ഹോളെല്ലാം നോക്കി കറക്റ്റായിട്ട് ചേർത്ത് ഒട്ടിച്ചു വയ്ക്കും. ഇനി ഇതിലൊരു ക്ലച്ച് പ്ലഞ്ചറുണ്ട്, അതിതാണ്. ഇത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇതിങ്ങനെ വയ്ക്കും. എന്നിട്ട് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കണം. അത് ഇങ്ങനെ ആക്കുമ്പോൾ പൊങ്ങി പൊങ്ങി വരും. അതുകൊണ്ടോ? ഓക്കെ. അപ്പോൾ ഇതിനെ ഇനി റിട്ടേൺ ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിച്ചിട്ട് ഇത് ഇങ്ങനെ വച്ചാൽ ഈ പ്ലഞ്ചർ ഇളകി പോകില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ അത് പിടിച്ചുകൊണ്ട് ഇതിലെ ഈ കിക്കർ ഷാഫ്റ്റിൻ്റെ ഇതിലേക്ക് കയറും. അത് സൂക്ഷിച്ച് ഈ പിടുത്തം വിടരുത്. എന്നിട്ട് പതുക്കെ ഒരേ കണക്കിന്. ഹായ് ഫ്രണ്ട്സ്, വേറൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് ഹീറോ സ്പ്ലെൻഡർ i3s iSmart വണ്ടിയുടെ ക്ലച്ച് ഫേസിങ് മാറുന്നതാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ എപ്പോഴും ഞാനിപ്പോൾ എല്ലാം ഇളക്കി വെച്ചിരിക്കുകയാണ്. എപ്പോഴും നമ്മൾ ക്ലച്ച് ഇളക്കുന്ന സമയത്ത് ഈ സെലക്ടറിൻ്റെ ഈ ബോൾട്ട് ലൂസ് ഉണ്ടോ എന്ന് നോക്കുക. ഈ 10ന്റെ ബോൾട്ട് ലൂസില്ല. അത് എപ്പോഴും നോക്കുന്നത് നല്ല. അതേപോലെ ഈ അലങ്കിയിടത് ഇങ്ങനെ ആക്കുമ്പോൾ ഈ അലങ്കി ഇങ്ങനെ അനങ്ങുന്നത് കാണാം. പക്ഷേ ഇതിപ്പോൾ ലൂസില്ല. ഓക്കെ, നമുക്കിനി ഇവിടുത്തെ ഒരു വാഷ് ഇടും, ക്ലച്ച് വാഷ്. ഈ വാഷ് ഇങ്ങനെ ഇടണം. ഇട്ടിട്ട് ഇവിടുത്തെ ഈ ഗിയർ വീല്, പ്രൈമറി വീൽ അതിട്ടു. അടുത്ത് നമുക്ക് ബെല്ല് നമ്മളെപ്പോഴും ഈ ഷേക്ക് ഈ സൈഡ് പ്ലേ ഉണ്ടാകുന്ന നോക്കണം. എങ്കിൽ ഇതിനകത്തുള്ള ബുഷ് നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഈ ബുഷ് ഈ ലേ ഷാഫ്റ്റിൽ കണക്ട് ചെയ്യണം. എന്നിട്ട് ഈ ബെല്ല് ഇതേപോലെ കണ്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഒരു പ്ലേറ്റ് വാഷറുണ്ട്. അതായത് അത് കഴിഞ്ഞിട്ട് ഈ ഹാഫ് വാഷ്, രണ്ടെണ്ണം ഹാഫ് വാഷ്. ഇവിടെ ഒരു ഗ്രൂ ഉണ്ട്. അതിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഒരെണ്ണം വച്ചിട്ട് അതുപോലെ തന്നെ ഇപ്പുറത്തെ അടിയിൽ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഈ ബെല്ല് വെളിയിലോട്ട് വലിക്കണം. അപ്പോൾ അത് ലോക്കായിരിക്കും. കണ്ടോ, ഇപ്പോൾ അങ്ങനെ ഇരിക്കുക. ഇനി ഇതിൻ്റെ പുറത്ത് ഈ കപ്പ് വാഷ് ഇടണം. അപ്പോൾ പിന്നെ ബെല്ല് കൈവിട്ടാലും ബെല്ലിൽ നമ്മൾ കൈവിട്ടാലും പ്രശ്നമില്ല. അത് ഇങ്ങനെ വച്ചിട്ട് ബെല്ലിന്ന് കൈവിടും. ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ ഇനി ഇങ്ങോട്ട് വരില്ല, ബെല്ല് ലോക്കായി കഴിയും. അതാ കണ്ടില്ലേ, ഈ ക്ലച്ച് ഇന്നർ, ഇതിൽ ഫേസിങ്, ആദ്യം ഫേസിങ് ഇട്ടിട്ട് ഏതെങ്കിലും ഒരു സൈഡ് ഒന്ന് ചെറിയ ഒരു കർവ് തന്നെ വന്നിട്ടുണ്ട്, ഒന്ന് ഫ്ലാറ്റാണ്. ഏതെങ്കിലും ഈ കർവ് വരുന്ന ഭാഗമാണ് ഇടുന്നെങ്കിൽ 3 എണ്ണവും അങ്ങനെ തന്നെ ഇടണം. ഈ ഫ്ലാറ്റാണ് ഇടുന്നെങ്കിൽ അങ്ങനെ തന്നെ ഇടണം. ഞാൻ ഇപ്പോൾ ഫ്ലാറ്റാണ് ഇടുന്നത്. അടുത്തൊരു പ്ലേറ്റ്, അതുപോലെ ഒരു ഫ്രിഷൻ പ്ലേറ്റ്, ഫേസിങ്, ഫ്രിഷൻ, ഫേസിങ്, ഒന്നരടം ആൾട്ടർനേറ്റീവായിട്ട് ഇടണം. എന്നിട്ട് ഇത് കണ്ടോ, ഏറ്റവും മേളിലത് ഈ കണക്കിന് നടുക്കോട്ട് വരും, ഇങ്ങനെ വരും. എങ്കിൽ ഈ പുതിയ മോഡൽ വണ്ടിയിലൊക്കെ ഇടാൻ പറ്റുള്ളൂ. നമുക്ക് എന്നിട്ട് ഈ ഷാഫ്റ്റിൽ ഈ ഹോൾ ഈ ഷാഫ്റ്റിൽ കയറണം. ഈ കാലിൽ ഇങ്ങനെ പിടിച്ചോണം, ഇങ്ങനെ വലിച്ചു പിടിച്ചോണം. അപ്പോൾ ഞെരുക്കി നിൽക്കുന്നതാണോ. അപ്പോൾ എന്നിട്ട് ഷാഫ്റ്റിൽ നമ്മൾ കയറ്റുക. അതുകൊണ്ട് ഒന്ന് അനക്കി കൊടുക്കണം. അത് ഇങ്ങനെ ഒന്ന് ചിലപ്പോൾ ഒന്ന് കറക്കേണ്ടി വരും. ഈ പ്ലേ നോക്കിക്കോളണം. ഈ പ്ലേ ഇങ്ങനെ കാണണം. ഇങ്ങനെ വെച്ച് കള്ളി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇവിടെ ഒരു വാഷറും ഈ വാഷറിൽ ഇവിടെ ഒരു മാർക്കിങ് കാണും.
ഇതിൽ തേഞ്ഞ് പോയി. അപ്പോൾ അതിങ്ങനെ കണ്ടില്ലേ, കുഴിവുള്ള ഭാഗം അടിയിലോട്ട് വരണം. ഇത് സ്പ്രിങ് വാഷറും കൂടെ ആയിട്ട് ആക്ട് ചെയ്യും. ഈ കുഴിവുള്ള ഭാഗം അടിയിൽ പോകണം, അല്ലെങ്കിൽ ഇവിടെ ഒരു മാർക്ക്, ഇത് 2 വാഷർ വരുന്നതിൽ ഇതിലില്ല, പോയി. ഇവിടെ ചെറുതായിട്ടുണ്ട്, മാർക്ക് നോക്കിയാൽ. അല്ലെങ്കിൽ ഈ കുഴിവ് വരുന്ന ഭാഗം അടിയിലോട്ട് ഇതെങ്ങനെ. എന്നിട്ട് ഈ പൂ പോലത്തെ ക്ലച്ച് നട്ട് ഇതിങ്ങനെ കറങ്ങിക്കളയരുത്, അത് നോക്കിക്കോണം. കൈ കൊണ്ട് ഫുൾ ടൈറ്റ് ചെയ്തിട്ട് ഈ പ്ലേ ഒന്നും കൂടെ നോക്കണം. ഈ പ്ലേ ഇങ്ങനെ ഒന്ന് അനക്കി ഒന്ന് നോക്കണം. ഇനി മാക്സിമം കയറി നിൽക്കണം, അല്ലെങ്കിൽ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ചാടി അങ്ങ് പോകും, കാരണം ക്ലച്ച് ആവത്തില്ല. അപ്പോൾ അടുത്ത് നമുക്ക് ഈ ക്ലച്ച് സ്റ്റോപ്പർ, 4 കാലുള്ള ഈ സാധനം, ഇത് സ്പെയർ പാർട്സ് നമ്മുടെ ടൂൾസ് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതിങ്ങനെ ഒന്ന് ഇട്ടിട്ട് ഈ പുള്ളർ ടൈറ്റ് ചെയ്യുന്ന സാധനം വെച്ച്, ക്ലച്ച് ടൈറ്റ് ചെയ്യുന്ന സാധനം വെച്ച് ഇങ്ങനെ ടൈറ്റ് ചെയ്യുമ്പോഴും വേണമെങ്കിൽ ഇവിടെ ഒരു പൈപ്പ് ഇട്ടാലും കുഴപ്പമില്ല. ഞാനിപ്പം പൈപ്പ് ഇടുന്നില്ല, ടൈറ്റ് ചെയ്യാം. നല്ല ഫുൾ ടൈറ്റ് ചെയ്യണം. ഓക്കെ, ഫുൾ ടൈറ്റ്. അടുത്ത് ഈ പ്ലേ ഒന്നും കൂടെ നമ്മൾ ചെക്ക് ചെയ്യണം. വേണ്ട, ഈ പ്ലേ നല്ല ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം, എങ്കിൽ മാത്രമേ അടുത്ത് നമ്മൾ സ്പ്രിങ് ഇടണം. ഈ 4 സ്പ്രിങ്, ടെൻഷൻ സ്പ്രിങ്, കണ്ടോ, 4 സ്പ്രിങ് ഇട്ടു. അടുത്ത ഈ ഫ്ലാഞ്ച് ഇതിൻ്റെ മേളിൽ തേഞ്ഞാൽ മതി. വെച്ചിട്ട് ഇത് 10-ന്റെ ബോൾട്ട്, ഇതിൽ ഈ കുട ബോൾട്ടാണ്. ഇതിൽ വാഷറില്ല. പഴയ വണ്ടിയിലൊക്കെ വാഷർ വരും, പക്ഷേ അത് ഈ കുട ബോൾട്ട് പോലത്തെ അല്ല, ഇതേപോലത്തെ ബോൾട്ടല്ല, അത് സാധാ ബോൾട്ട് പോലെ ഇരിക്കും. അതിന് വാഷർ ഇടണം. ഇതിന് വാഷറിൻ്റെ ആവശ്യം ഇല്ല, ഇവിടെ വാഷറില്ല. ഇങ്ങനെ ഒരെണ്ണം പിടിപ്പിച്ചിട്ട് ഇങ്ങോട്ടൊന്ന് വലിച്ചു പിടിച്ചു വന്നു. അതുപോലെ 4 ബോൾട്ടും അതുപോലെ ഇടണം. കൈ കൊണ്ട് ഫുൾ ടൈറ്റ് ചെയ്യാം. ചെയ്തിട്ട് ടീ വെച്ച് ടൈറ്റ് ചെയ്യാം. ഇനി ടീ വെച്ച് ക്രോസ് ആയിട്ട് ഒരു സൈഡ് തന്നെ ടൈറ്റ് ചെയ്ത് കയറ്റി കളയരുത്. ക്രോസ് ആയിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് ഫുൾ ടൈറ്റ് ചെയ്യണം. പിന്നെ ഫുൾ ടൈറ്റ്. ഓക്കെ, ഫുൾ ടൈറ്റ് ചെയ്തു. പിന്നെ ഇതാ ഇവിടെ ഒരു ബെയറിങ്, ക്ലച്ച് ബെയറിങ്, കുറച്ച് ഓയിലൊന്നും ഇട്ടാൽ നല്ലതാണ്. എന്നിട്ട് ഇത് കൈ കൊണ്ട് തന്നെ തള്ളി അങ്ങ് വെച്ചാൽ. അടുത്ത് നമുക്ക് ഈ കപ്പ് ഇങ്ങനെ ഇതിൻ്റെ അടിയിൽ 2 ബോൾട്ട് വരും. അത് ഇതിന് വരുന്നത് 8-ന്റെ 2 ബോൾട്ടാണ്. ഇത് 2. ഇനി 8-ന്റെ ടീ വെച്ച് നമുക്കത് ടൈറ്റ് ചെയ്യാം.
അത് കഴിഞ്ഞു. അടുത്ത് നമുക്ക് ഈ ക്രാങ്ക് ബാലൻസർ, ഇതൊരു ഫിൽറ്ററും കൂടെയാണ്. ഇവിടെ ഈ ക്ലച്ച് കവറിൽ കൂടെ ഓയിൽ ഇതിനകത്ത് കയറി ഈ സീൽ വഴി, സീൽ എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യണം, കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ മാറ്റണം. സീൽ വഴി ഓയിൽ ഇവിടെ വന്ന് സ്റ്റോറായിട്ട് ഇവിടെ നിന്നാണ് പമ്പ് ചെയ്ത് ഈ ഹോളിൽ കൂടി ക്രാങ്കിനകത്ത് പോകുന്നത്. ക്ലീൻ ചെയ്തിട്ട് നോക്കണം, ഇങ്ങനെ വെച്ച് നോക്കണം. ഇതിനകത്തൊരു ചെറിയ ഹോളുണ്ട്, ഈ ഭാഗത്തായിട്ട് കിടക്കുന്നുണ്ട്. അതെപ്പോഴും ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. അതെപ്പോഴും, കാരണം ഓവറായിട്ട് ഇവിടെ വരുന്നത് പ്രഷർ കയറി ഇതിലേ ചാടും. ക്രാങ്കിൽ കയറിയതിന് ശേഷം ക്രാങ്കിൽ അകത്ത് ഓയിൽ പോയി പ്രഷറായി റിട്ടേൺ വന്നിട്ട് ഇതിനകത്തൂടെ വെളിയിൽ ചാടും. അത് ചാടിയില്ലെങ്കിൽ അത് പിന്നെ ബുദ്ധിമുട്ടാണ്. ഇവിടെ മൂലയ്ക്ക് ഇവിടെ ഉണ്ട്. അതെപ്പോഴും ചെറിയ കേബിളോ വല്ലതും വെച്ചത് നമുക്കിത് സെറ്റ് ചെയ്യാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കുഴിവെള്ള വാഷർ, ഈ കുഴിവെള്ള ഭാഗം അകത്തോട്ട്, എന്നിട്ട് ഈ നട്ട് ഇത് വലുതാണ്, ക്ലച്ച് നട്ട് ചെറുതാണ്, കുറച്ചുകൂടെ വലുതാണ് ഈ ബാലൻസർ നട്ട്. നമുക്ക് ഇത് വെച്ച് കണ്ടില്ലേ, ഇതിനെ നന്നായിട്ട് ഇതിങ്ങനെ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനിടയ്ക്ക് ഒരു ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഒരു ഗിയർ വീല് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ചാൽ ഏറ്റവും നല്ലതാണ്. പക്ഷേ യാതൊരു കാരണവശാലും ഈ സ്ക്രൂ ഡ്രൈവർ ഒന്നും വെച്ച് ഹോൾഡ് ചെയ്യാൻ പാടില്ല. എങ്കിൽ ഈ ടീത്ത് കംപ്ലൈൻ്റ് ആവും. ടീത്ത് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ സ്ലോ സ്പീഡിൽ വണ്ടി നിൽക്കുമ്പോൾ ഒരു മാതിരി ടിക്കിടുന്ന ഒരു ശബ്ദം വരും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ ആ ഗിയർ വീല് സ്റ്റോപ്പർ അത് ചെയ്തു കൊടുക്കാം. അത് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇത് ഫുൾ ടൈറ്റ് ആയി കഴിഞ്ഞു. ഇവിടെ പാക്കിങ് ഇരുന്നു. അതായത് ഇത് കുറച്ച് ഗ്രീസ് പുരട്ടിയിട്ട് ഇതായി ഹോള് നോക്കി ഇങ്ങനെ സീല് ചെക്ക് ചെയ്യണം. എന്നിട്ട് ആ ഹോള് നോക്കി ഇതാ ചെറിയ എട്ടിൻ്റെ സ്റ്റാർ, നാല് സ്ക്രൂ വരും. ഇനി ഇതിനെ ഇമ്പാക്റ്റ് വെച്ച് ടൈറ്റ് ചെയ്യണം. ഇത് ഇമ്പാക്റ്റ്, അതുപോലെ അതിൻ്റെ ബിറ്റ് ചെറിയ സ്റ്റാർ വെച്ച് ഇതിങ്ങനെ റൈറ്റ് ടേൺ ഇതിങ്ങനെ വെച്ചിട്ട് ചുറ്റിൽ വെച്ച് ചെറുതായിട്ടൊന്ന് തട്ടണം. അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതിൽ പിടിച്ചിട്ട് തട്ട് കെട്ടി ഓട്ടോമാറ്റിക്കായിട്ട് അത് തിരിഞ്ഞോളും. അത് ക്രോസ് ആയിട്ട് അത് ടൈറ്റായി കഴിഞ്ഞു. അടുത്ത് നമുക്ക് ഓയിൽ ഫിൽറ്റർ. ഇതാണ് ഓയിൽ ഫിൽറ്റർ. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തു. നേരത്തെ നല്ല അടവുണ്ടായിരുന്നു. ഇതിനെ ഏറ്റവും അടിയിൽ ഇവിടെ ഈ ഗ്രൂവിലാണ്. ഈ ഗ്രൂവിൽ കണ്ട അത്ര. അടുത്തതായി ക്ലച്ച് കവർ നമുക്ക് സെറ്റ് ചെയ്യും. അപ്പോൾ ക്ലച്ചിൻ്റെ സെറ്റിങ്സ് എല്ലാം കഴിഞ്ഞു. ഇതിനകത്തുള്ള സെറ്റിങ്സ് എല്ലാം കഴിഞ്ഞു. എന്നിട്ട് അടുത്ത് പാക്കിങ് നമുക്കിടാം. ഈ പാക്കിങ് ഇതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ഗ്രീസ് നമുക്ക് പുരട്ടാം. അപ്പോൾ ഗ്രീസിൽ രണ്ട് ഉപയോഗമുണ്ട്. ഒന്ന്, നമുക്കിതിൽ ഒട്ടിയിരിക്കും. രണ്ട്, ടൈറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് സീറ്റിംഗ് ആവും. ഗ്ലൂ ഇട്ടാലും കുഴപ്പമില്ല, ഗ്ലൂവിൻ്റെ ആവശ്യമില്ല. കണ്ടില്ലേ, ഈ സ്റ്റഡി ബുഷിൽ ഞാൻ കയറ്റി ഈ ഹോളെല്ലാം നോക്കി കറക്റ്റായിട്ട് ചേർത്ത് ഒട്ടിച്ച് വയ്ക്കും.
ഇനി ഇതിലൊരു ക്ലച്ച് പ്ലഞ്ചറുണ്ട്, അതിതാണ്. അപ്പോൾ ഈ സ്പ്രിങ് ഓറിങ് എല്ലാം കൊള്ളാം. അത് ലീക്ക് ഉണ്ടെങ്കിൽ ഇത് മാറ്റണം, കിക്കർ സീൽ മാറ്റണം. ഇതിൽ പ്രശ്നമില്ല. അത് കണ്ടില്ലേ, ഇത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇതിങ്ങനെ വരും. എന്നിട്ട് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കണം. അത് ഇങ്ങനെ ആക്കുമ്പോൾ പൊങ്ങി വരും. അതുകൊണ്ടോ? ഓക്കെ. അപ്പോൾ ഇതിനെ ഇനി റിട്ടേൺ ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിച്ചിട്ട് ഇത് ഇങ്ങനെ വച്ചാൽ ഈ പ്ലഞ്ചർ ഇളകി പോകില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ അത് പിടിച്ചുകൊണ്ട് ഇതിലെ ഈ കിക്കർ ഷാഫ്റ്റിൻ്റെ ഇതിലേക്ക് കയറും. അത് സൂക്ഷിച്ച് ഈ പിടുത്തം വിടരുത്. എന്നിട്ട് പതുക്കെ ഒരേ കണക്കിന് ശരി. കണ്ടോ, ഇതൊന്ന് പിടിച്ചു നോക്കണം. കണ്ടോ, ഇങ്ങനെ പിടിക്കുമ്പോൾ ഇളവി വരണം. അപ്പോൾ ക്ലച്ച് പ്ലഞ്ചർ കറക്റ്റ് സീറ്റിംഗ് ആണെന്ന് അറിയാം. കണ്ടോ കണ്ടോ. ഓക്കെ. ഇനി നമുക്ക് ഈ ഓയിൽ സ്റ്റിക്ക് അടച്ച ഉടനെ ഓയിൽ സ്റ്റിക്ക് ഇട്ടോളണം, അല്ലെങ്കിൽ എന്തെങ്കിലും പൊടിയൊക്കെ ബോൾട്ടോ പൊടി എന്തെങ്കിലുമൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ഇതിങ്ങനെ ഒന്ന് പിടിപ്പിച്ച് വെച്ചിട്ട് ഓരോ ബോൾട്ട്, ഏറ്റവും നീളം കൂടിയ ബോൾട്ട് നമുക്ക് ഇവിടെ ഇടാം. അതിൻ്റെക്കാളും കുറച്ചുകൂടെ നീളം കുറഞ്ഞ 2 എണ്ണം ഉണ്ട്. അത് ഇവിടെയും ഇവിടെയും ഈ ഫ്രണ്ടിൽ. പിന്നെയും ഉള്ളതൊക്കെ ഒരേ കണക്കിനുള്ളത് ചുറ്റോട് ചുറ്റിടും. ഇനി ബോൾട്ടുകളെല്ലാം ഫുൾ ടൈറ്റ് ചെയ്യാം. ബോളെല്ലാം ടൈറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ ക്ലച്ച് കേബിളും കൂടെ ഒന്ന് പിടിക്കണം. ക്ലച്ച് കേബിള് ഇത് ഈ ബൂട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഈ ക്ലാമ്പിൻ്റെ ഇപ്പുറത്തൊരു വെട്ടാണ്. ആ വെട്ടിൽ കൂടെ കണ്ടില്ലേ. ഇനി ഈ ലിവറിൽ ഇവിടെ ഒരു വെട്ടുണ്ട്. ഈ ബാൽ ഭാഗം ഇങ്ങനെ കയറ്റി ഇങ്ങനെ വലിച്ചു പിടിച്ചുകൊണ്ട് ഇതിൻ്റെ താഴോട്ടാണ്. വേണ്ട, ഈ പ്ലേയിൽ സെറ്റ് ചെയ്യണം. ക്ലച്ചിൻ്റെത് ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇനി ഇതിനെ ലോക്ക് ചെയ്യണം നമ്മൾ. 14, 12, ചിലതിൽ 13 ആയിരിക്കും വരുന്നത്. അതെന്താണെന്നുള്ളത് നോക്കി ചെയ്യണം. ഓരോ കമ്പനി കേബിളിൻ്റെ വ്യത്യാസം. നമുക്ക് അത് കറക്റ്റ് ടൈറ്റ് ചെയ്തു, ലോക്ക് ചെയ്തു. ഇനി കിക്കർ നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ ഏകദേശം ക്ലച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓയിലും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ, അതായത് ഏത് പൊസിഷനിൽ വേണമെങ്കിലും ഇങ്ങനെ വേണമെങ്കിൽ വയ്ക്കുക, ഇങ്ങനെ വേണമെങ്കിൽ വയ്ക്കുക, ഇങ്ങനെ വയ്ക്കുക. നമുക്കിപ്പോൾ ഇതാണ് ആവശ്യം. അപ്പോൾ മില്ലിങ് കറക്റ്റ് ചെയ്ത് ഇട്ടാൽ മതി. എന്നിട്ട് 10ൻ്റെ വോൾട്ട് വച്ച് ടൈറ്റ് ചെയ്യും. ഫുൾ ടൈറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പം ചെയ്തത് i3S ഹീറോ സ്പ്ലെൻഡർ വണ്ടിയുടെ ക്ലച്ച് ഫേസിങ് മാറിയതാണ്. അപ്പോൾ കിക്കർ സെറ്റ് ചെയ്ത് പിന്നെ നമ്മൾ ഓയിലൊഴിച്ച് സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല, ഇതൊരിക്കലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് ആളുകൾ എന്നെ വിളിച്ച് ഒരുപാട് കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.